എനിക്ക് മതിയായി നിങ്ങളെ കുടുംബത്തെ ജീവിച്ചിട്ട്. ഇങ്ങ ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കൂല. ഇങ്ങളെ വായെന്നുള്ള അത് കേൾക്കണം, നിങ്ങൾ ഉമ്മാന്റെ വായത്ത് അത് കേൾക്കണം. നിങ്ങൾക്ക് 4 നേരം വെച്ചുണ്ടാക്കി തരുന്നില്ലേ, അതിൻ്റെ ഒരു നന്ദി നിങ്ങൾ രണ്ടാളും എൻ്റെ അടുത്ത് കാണിക്കണ്ടോ? ഓ, കൂട്ടാനും ഉപ്പില്ലെങ്കിൽ അത് പ്രശ്നം. കുറച്ച് എരിവ് കുറഞ്ഞതിന് നിങ്ങൾ ഉമ്മ എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയോ? നിങ്ങൾ എന്താ മന്ദബുദ്ധിയാളെ പോലെ നോക്കിക്കണേ? നിങ്ങൾക്കൊന്നും പറയാല്ലേ? ഇതൊക്കെ കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ഈ പെരയിൽ കയ്യാ. എത്ര കൊല്ലായിന്നറിയോ? ഒരു തരത്തിലൊരു സമാധാനമില്ല. ഞാൻ എന്തേലും പറഞ്ഞ അപ്പ പറയും, എൻ്റെ ഉമ്മാനെ ഉപ്പാനെ വിളിച്ചൂടെ, ഓരോട് പറഞ്ഞുവിടുന്നൊക്കെ. ഇങ്ങോട്ട് വരട്ടെ, എൻ്റെ ഉപ്പ ഇങ്ങോട്ട് വരട്ടെ. നിങ്ങളെ എൻ്റെ സ്വർണം ഒരു തരിങ്ങൾ നോക്ക്, എൻ്റെ കയ്യിലും കാലിലും നോക്ക്. നിങ്ങൾ അവിടെ ബിസിനസ്, എനിക്ക് അവിടെ കച്ചവടം തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സ്വർണം മുഴുവൻ ഊരിക്കൊണ്ടുപോയില്ലേ? എന്നിട്ട് നിങ്ങൾ എന്താ ഉണ്ടാക്കിയേ? നിങ്ങൾ എന്താ തുടങ്ങിയേ? എൻ്റെ സ്വർണം മൊത്തം പോയി. ഇപ്പൊ സ്വർണ്ണവും ഇല്ല, എൻ്റെ ജീവിതവും ഇല്ല. നിങ്ങളെ വായുള്ളതൊക്കെ അതും കേൾക്കണം. ചേച്ചി പറയുന്ന കേട്ടാലേ ചേച്ചി 100 പവനായിട്ട് വന്നതാന്ന് എന്റെ വിചാരം. ആകെ 5-8 പവനായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് മല മറിച്ചു എന്നാ പറയുന്നത്? കേട്ടില്ലേ? നിങ്ങൾ പറയണ കേട്ടില്ലേ? നിങ്ങൾ ഉമ്മ ഇനി ഞാൻ ഒരു നിമിഷം അവിടെ നിൽക്കൂല. ഞാൻ ഇപ്പൊ തന്നെ എൻ്റെ പാപ്പാനെ വിളിക്കാൻ പോവാ. എന്താണ്ടി കിടത്തുള്ളണ്? കുറെ നേരമല്ലോ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താ ചേച്ചി? ഒരു സുഖം വെറുതില്ലാത്ത സാധനം. അത് ശരി. അപ്പൊ ഇങ്ങക്ക് ഇതിലൊന്നും പറയാനൊന്നുമില്ല. ഞാനാണില്ല നിങ്ങളെ പ്രശ്നം. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഞാനേ എൻ്റെ പാപ്പാനെ വിളിക്കാൻ പോവാം. ഞാൻ ആ മാരാമുറ്റത്തെടുത്ത 13 സെന്റ് പ്രോപ്പർട്ടിനെ ഇതുവരെ വിറ്റുപോയി. ഒരു മിനിറ്റ്. ആ മോളെ പറയ്.